ഞാൻ എന്റെ ടാർപ്പേരെ കേസാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ ഇതിന്റെ കേസല്ല ഞാൻ സംസാരിച്ചത്. മനസ്സിലായില്ല. നിന്നെ എനിക്കറിയാം. എനിക്ക് തന്നെ എനിക്കറിയാം. അറിയാല്ല. പിന്നെ അതിനെ പറ്റി പിന്നെ വേറെ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ കാരണം എന്റെ ടാർപ്പേരെ കാരണം എനിക്കത് അറിയേണ്ട കാര്യമുണ്ട്. എനിക്കത് അറിയേണ്ട കാര്യമുണ്ട്. എനിക്ക് എന്റെ കാര്യം എനിക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ട്. മനസ്സിലായില്ലേ? നീ എന്റെ അമ്പലത്തിലൊന്നും വന്നിട്ടില്ലല്ലോ. എന്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെന്നാ നീ അറിയേണ്ട കാര്യമില്ല. എന്റെ അമ്പലത്തിൽ എന്റെ അച്ഛനായിട്ട് നീ സംസാരിച്ചിട്ടുണ്ടോ? നിന്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചിട്ടില്ലേ? നിന്റെ അച്ഛനായിട്ട് നീ ആയിട്ട് സംസാരിച്ചിട്ടില്ല. നിന്റെ അനിയനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ നിന്റെ അനിയന്റെ ചോദിക്കും. അന്ന് രാവിലെ ഞാൻ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ കാണേണ്ട കാര്യമില്ലല്ലോ. നീ ഇവിടെ നീ കാണേണ്ട കാര്യമില്ല. ഇതേപോലെ ഞാൻ എന്റെ ടാർപ്പേരെ കാര്യം ഞാൻ അല്ലാതെ വേറെ ഇതിന്റെ കാര്യം ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതുപോലെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തായിരിക്കും? അതാണ് രാജശേഖരൻ ഞാൻ പറഞ്ഞാണ്. നിന്റെ അനിയനും ഞാനും പഠിച്ചാണ്. ഞാൻ വേറെ ഒന്നുമല്ല. എന്റെ ടാർപ്പേരെ കേസാണ് പറഞ്ഞത്. അല്ല നിന്റെ കാര്യമല്ല ഞാൻ സംസാരിച്ചത്. പറഞ്ഞാൽ മനസ്സിലായോ? ഞാനും സമാധാനമായിട്ടാണ് പോയത്. അല്ല ഞാൻ വേറെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചാണ് പറയട്ടെ. സമാധി അമ്പലമാണ്. ഞാൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു? ഞാൻ എന്റെ ടാർപ്പേരെ കേസാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. ഇത് സംസാരിച്ചതിനെ പറ്റി വേറെ ഒന്നുമില്ല. ഈ ടാർപ്പ കൊണ്ടുവന്നതാണ്. ടാർപ്പ അന്ന് വന്നു. ഞാൻ വന്നപ്പോഴേ ടാർപ്പ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എസ് ഐ പറഞ്ഞു. ഞാൻ അപ്പോൾ 6 ടാർപ്പ എടുത്തുകൊണ്ട് വന്നു. 6 ടാർപ്പ 10 പിടി കയറ് പിന്നെ വണ്ടിക്കൂലി ഇതെല്ലാം വെച്ച് കെട്ടി. ഇത് എന്താണ് ഒരു തീരുമാനം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. പുള്ളി തെറ്റിദ്ധരിച്ചാണ് അവർ പൊളിക്കുന്നതിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്. ഞാൻ ടാർപ്പ പൊളിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എത്ര ടാർപ്പയുണ്ട്? 6 ടാർപ്പയുണ്ട്. ഒരു ഒന്നിന് എത്ര രൂപ വെച്ച്? ഒന്നിന് 60 രൂപ വെച്ച്. പിന്നെ ഇപ്പം ഇന്ന് 3 ദിവസമായി. പിന്നെ 10 പിടി കയറ് വാങ്ങിച്ചു. ആരാണ് കൊണ്ടുവരാൻ പറഞ്ഞത്? എസ് ഐ പറഞ്ഞു. എസ് ഐ പറഞ്ഞു. അപ്പൊ ഈ പൈസ ആരാണ് തരുന്നത്? ഇത് അവർ തരാമെന്ന് എസ് ഐ തരാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ആണ്. അപ്പോൾ എന്താണെന്ന് ഒരു തീരുമാനം. കാരണം വെച്ചാൽ അതിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കേസാണ്. ഈ ടാർപ്പേരെ കേസാണ് സംസാരിക്കുന്നത്. അവരതിനിടയ്ക്ക് വെച്ച് വേറെ രീതിയിൽ ഇത് പൊളിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു. അപ്പം നമ്മളതിനെപ്പറ്റി അവർ പൊളിക്കാതിരിക്കുക അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരാളതിന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന സാധനമാണ്. അത് തിരിച്ചു കൊണ്ടുപോകത്തില്ലെങ്കിൽ ഈ പൈസ മൊത്തം ഞാൻ എൻ്റെ കയ്യിൽ കൊടുക്കണ്ടേ അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത് എന്താ ആയെന്നുള്ള കാര്യം. ഇപ്പം 1500 ആയി. ഇതിപ്പോൾ എത്ര ദിവസം പോകുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം എന്താണെന്ന് ആരെങ്കിലും ഇത് കൺഫേമായിട്ട് നമുക്ക് അറിഞ്ഞാലല്ലേ ഇതിൻ്റെ ബാക്കിയുള്ള ഇത് നോക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇത് എൻ്റെ കയ്യിൽ ഞാൻ ജോലിയും ചെയ്തിട്ട് ഞാൻ കൊണ്ട് കൊടുക്കേണ്ട ഉണ്ടോ? അന്നത്തെ ഒരു ആവശ്യത്തിനൊന്നും പറഞ്ഞല്ലേ എടുത്തത്. പക്ഷേ ഇങ്ങനെ നീളമൊന്നും ആരും അവരും വിചാരിച്ചില്ല, ഞങ്ങളാരും വിചാരിച്ചില്ലല്ലോ. അതിൻ്റെ കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചത്. അവൻ എന്നോട് ചോദിക്കുന്നുണ്ട് അവനെ കണ്ടിട്ടുണ്ടെന്ന്. അവൻ്റെ അച്ഛൻ ഞാൻ ഇതിൻ്റെ മുകളിൽ വാഴ നട്ടുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ വന്നിരുന്ന് എന്നോട് സംസാരിച്ചിട്ട് അവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഈ അമ്പലത്തിനും വന്നിട്ടുണ്ട്, പണി ചെയ്യുമ്പോഴും ഞാൻ വന്നിട്ടുള്ളതാണ്. മൂത്ത മോൻ. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ചാനലിൽ സംസാരിച്ചത് കണ്ടെന്ന്. ഞാൻ എന്താണ് സംസാരിച്ചത്? ഉള്ള കാര്യമാണ്. അവൻ്റെ രാവിലെ പോസ്റ്റർ ഒട്ടിക്കുന്നത് കണ്ടത് ഞാൻ, പോസ്റ്റർ കണ്ടത് ഞാൻ. അവൻ്റെ ഇളയ മോൻ്റെ തൊട്ടത് ബൈക്കിൽ കയറി വന്ന് അവൻ്റെ ഒരു ചോദിച്ചപ്പോൾ അച്ഛൻ സമാധി ഇരുന്നെന്ന് പറഞ്ഞത് അവൻ. ഞാൻ അങ്ങനെ കണ്ടിട്ട് 4 വർഷമായിരുന്നു. ഉള്ള കാര്യമാണ്. ഞാൻ 4 വർഷമല്ല കൂടുതലായി കണ്ടിട്ട്. പുള്ളിക്കാരനെ കണ്ടിട്ട് 4 വർഷത്തിൽ കൂടുതലായി. അതുള്ള കാര്യം തന്നെ. അല്ല ഒന്നും കൂടുതലായിട്ട് ഇത് പൊളിക്കണമെന്നോ പൊളിക്കേണ്ടെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, നിയമപരമായ അവരുടെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഒന്നേ അറിയാവുള്ളൂ, എൻ്റെ ടാർപ്പ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ കയറ്റി അത് പറയണം. അവരോട് കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല.